എന്തും ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ, മണമെല്ലാം മധുരക്കനമായി മാറിപ്പോയി. മണിവില്ലിൻ നിറമുണ്ടോ, മഞ്ഞോളം കുളിരുണ്ടോ, ഒരു വട്ടം കൂടി ചൊല്ലാമോ? അയ്യോ, സിസ്റ്റർ എന്താ ഇവിടെ? അത് ഈ നേരത്ത്? ഓ എന്റെ ചേട്ടാ, ഞങ്ങള് റീൽ എടുക്കാൻ വന്നതാ. ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പഴാ സമയം കിട്ടിയത്. ചേട്ടനൊന്ന് മാറാമോ പ്ലീസ്? നേരം ഇരുട്ടുന്നു, ലൈറ്റ് പോകും. ഇന്ന് തന്നെ ഇത് പോസ്റ്റ് ചെയ്ത് വൈറലാക്കാനുള്ളതാ. അതെ, അത് തന്നെ എനിക്കും പറയാനുള്ളത്. നേരെ ഇരുട്ടുന്നുണ്ട്. സിസ്റ്റർ ജി, നിങ്ങൾ കുറെ നാളായില്ലേ ഇവിടെ വർക്ക് ചെയ്യുന്നു? ബ്രദർ ഇവിടെ പുതിയതായണ്ട അമ്മ പേടിക്കണ്ട. ഈ സമയത്തൊന്നും ഈ ആശുപത്രി പരിസരത്ത് ഇങ്ങനെ നിൽക്കാൻ പാടില്ല. എന്റെ ഈശ്വര. അതെന്താ ചേട്ടാ, ഞങ്ങൾ ഡ്യൂട്ടി ടൈമിൽ അല്ലല്ലോ റീലെടുക്കുന്നത്. മൂക്കുമുട്ടെ പണിയെടുത്ത് കഴിഞ്ഞാ വന്നത്. ഓ, റീലല്ല, റിയലാ. നിങ്ങൾ വേറെ എവിടെ വേണേ പോയി റീലെടുത്തോ. ജീവന് കൊതിയുണ്ടെങ്കിൽ മക്കൾ ഇവിടുന്ന് പൊക്കോ. എന്റെ അപേക്ഷയായിട്ട് കൂട്ടിയാ മതി. ഇത് വാ വാ ബ്രദറെ, നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം. ഈശ്വര രക്ഷിക്കണേ. ഹാവൂ, ഞാനും വേഗം തടുക്കപ്പെട്ടെ. സമയം ശരിയായി. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു വിശ്വാസമില്ല, ഒരു പേടിയില്ല. വളർത്തുദോഷം അല്ലട എന്താ പറയാ. ഹലോ, എന്താ പുതിയ എമ്മോ നാളെ ചാർജ് എടുക്കുന്നുണ്ടെന്നാ? നല്ല കഥയായി. ഇവിടെ എമ്മോ വാഴില്ലെന്ന് അറിയില്ലേ അവർക്ക്? പെണ്ണുങ്ങളാ? നന്നായി. ഓ ശരി, ഞാൻ രാവിലെ ഒന്ന് തുറക്കാം. താക്കോൽ എന്റെ കൈ. അയ്യോ, മറന്നു. താക്കോൽ എടുക്കാൻ മറന്നല്ലോ. നീ വെക്ക്, ഞാൻ താക്കോൽ എടുത്തിട്ട് വരാം. ഹലോ ഹലോ. അയ്യോ, ഫോൺ സ്വിച്ച് ഓഫ് ആയല്ലോ. ഇനി ഞാൻ എങ്ങനെ പോയി താക്കോൽ എടുക്കും? ആര് ഞാൻ വിളിക്കും? ഈശ്വര, ആഞ്ജനേയ, ശക്തിയരണേ. പാട്ടൊക്കെ കേൾക്കണ്ടല്ലോ. റീൽ എടുക്കണം. സിസ്റ്റർ ജി ഇതുവരെ പോയില്ലേ? സിസ്റ്റർ ജി, സിസ്റ്റർ ജി. സമാധാനേ. സിസ്റ്റർ ജി, ഇവരോടൊന്നും പറഞ്ഞാലും കേൾക്കില്ല. സിസ്റ്റർ ജി, ബ്രദറെ, സിസ്റ്റർ ജി, മോളെ, ബ്രദറെ, ബ്രദറപ്പോ ആരുമില്ല ഇവിടെ? ആരും ഇതൊക്കെ തുറന്നിട്ടേ. ഈശ്വര, അർജുനൻ, ഫൽഗുനൻ, പാത്തനും ഗിരീടൻ. ആരാ അത്? ആരാന്നാ ചോദിച്ച? ഇതാണ് നമ്മുടെ പേര് കേട്ട അതിനിഗൂഢമായ മാടമ്പള്ളി FHC. ഇതാണ് നമ്മുടെ പേര് കേട്ട അതിനിഗൂഢമായ മാടമ്പള്ളി FHC. പ്രേതബാധയുള്ള ആശുപത്രി എന്നും പരക്കെ അറിയപ്പെടും. കണ്ടില്ലേ ഇവിടത്തെ ഭീകരാവസ്ഥ? ആയതിനാൽ വർഷങ്ങളായി ഇവിടെ ചാർജ് സ്ഥാനം ഏറ്റെടുക്കാൻ ആർക്കും ധൈര്യമില്ല. എന്നാൽ എല്ലാ അതിർവരമ്പുകളും മറികടന്ന് ഒരു നാരീരത്നം നാളെ ഇവിടെ ചാർജ് എടുക്കുകയാണ്. കാത്തിരുന്നു കാണുക.
മാഡം ഇതിനു മുമ്പ് എവിടെയായിരുന്നു? തലക്കുളത്തൂര് CHCയില്. മാഡം അവിടെ ചാർജായിരുന്നോ? അതെ, അവിടെ ഞങ്ങൾക്ക് കായകൽപ്പം NQS എല്ലാ അവാർഡും കിട്ടിയതാ. ഇനി ഇവിടെ നമുക്ക് അതൊക്കെ വാങ്ങിക്കൂട്ടണം. നിങ്ങളൊക്കെ എന്റെ കൂടെ നിക്കില്ലേ? അതിന് ജീവനോടെ ഇരുന്നിട്ട് വേണ്ടേ അവാർഡ് വാങ്ങിക്കാൻ? എന്താ എല്ലാവരുടെയും മുഖം മാറിയല്ലോ, എന്തു പറ്റി? അപ്പൊ മേഡം ഈ ആശുപത്രിയെ പറ്റി ഒന്നും കേട്ടിട്ടില്ലേ? മാഡം ഇവന്റെ തലയിലെ കെട്ട് കണ്ടോ? പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി സ്റ്റിച്ചിട്ട് സ്കാൻ എടുത്തു വരികയാണ്. ഇന്നലെ രാത്രി ഇവിടെ എന്തോ കണ്ട് പേടിച്ചതാ, പാവം. സാറില്ല ചേട്ടാ, നമുക്കൊരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് ചേട്ടന്റെ പേടിയൊക്കെ മാറ്റാം. മാഡം ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയുണ്ട്, വെറുതെ അല്ല. വിറച്ച എന്നും ഡ്യൂട്ടിക്ക് വരുന്നത്. എല്ലാം കേട്ടിട്ട് തന്നെയാണ് ഞാൻ വന്നത്. എനിക്ക് എന്തായാലും ഇങ്ങനത്തെ അന്ധവിശ്വാസം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് ഓപ്ഷൻ കൊടുത്തത്. എന്തായാലും കഥകളൊക്കെ ഞാനും ഒന്ന് കേക്കട്ടെ. ആരൊക്കെയാ മരിച്ചുപോയവര്? 2-3 വർഷങ്ങൾക്ക് മുൻപാ. അന്ന് ഈ FHCയിൽ ചാർജ് ആയിരുന്ന ഒരു MO ഉണ്ടായിരുന്നു. കാരണവരെന്നാ എല്ലാവരും മൂപ്പരെ വിളിച്ചിരുന്നത്. തനി കാരണവര് തന്നെ. OPയിലിരിക്കില്ല. HNC മെമ്പേഴ്സ് എന്തു പറഞ്ഞാലും തലകുലുക്കി സമ്മതിക്കും. സ്റ്റാഫിന് എന്ത് പ്രശ്നം വന്നാലും കൂടെ നിൽക്കില്ല. 600-700 ഒക്കെ ആയിരുന്നു ഒരു ദിവസത്തെ അന്നത്തെ OP. അന്നിവിടൊക്കെ ഒരു NHM ഡോക്ടർ ജോയിൻ ചെയ്തു. ഒരു ഡോക്ടർ അനാമിക. ഇവിടെ PSC ഹാൻഡുള്ള ജൂനിയർ ഡോക്ടർ രാമനാഥൻ ഉണ്ടായിരുന്നു. ഇവര് രണ്ടുപേരും സ്നേഹത്തിലായി. രാവിലെ മുതൽ ഉച്ചവരെ 300-400 പേഷ്യന്റിനെ നോക്കുന്ന ഇവർക്ക് ആകെയുള്ള ആശ്വാസം അവരുടെ പ്രണയാതുരമായ നിമിഷങ്ങളായിരുന്നു. ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ, കനവായി കണമായി ഉയരാൻ ഒഴുകാനഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ. കാരണവരെങ്ങനെയോ ഇത് മണത്തറിഞ്ഞ് രാമനാഥൻ ഡോക്ടറിനെ പിടിച്ച് ആഫ്റ്റർനൂൺ OPയിലിട്ടു. കൂടെയുള്ള ഉഴപ്പൻ ഡോക്ടറിനെ അനാമികയുടെ കൂടെ. കാരണവരെങ്ങനെയോ ഇത് മണത്തറിഞ്ഞ് രാമനാഥൻ ഡോക്ടറിനെ പിടിച്ച് ആഫ്റ്റർനൂൺ OPയിലിട്ടു. കൂടെയുള്ള ഉഴപ്പൻ ഡോക്ടറിനെ അനാമികയുടെ കൂടെ. അയാള് മഹാ ഉഴപ്പായിരുന്നേ. 10 മണിക്ക് കയറി വരും. ഫുൾ മുങ്ങല. പാവ അനാമിക കഷ്ടപ്പെട്ടുപോയി. അനാമിക ഡോക്ടർക്ക് ലീവ് ഒന്നും സാങ്ഷൻ ചെയ്യേയില്ല. ദുഷ്ടൻ വീക്ക് ഓഫ് പോലും എടുക്കാൻ സമ്മതിക്കത്തില്ലെന്നേ. ഒടുവിൽ OP നോക്കി ഹൈപ്പോഗ്ലൈസീമിയ അടിച്ച് അനാമിക കുഴഞ്ഞു വീണെന്നോ. ദേ ആ കാണുന്ന കണ്ടംനേഷൻ റൂമിലെ അനാമികയുടെ കാമുകൻ ഡോക്ടർ രാമനാഥൻ ആത്മഹത്യ ചെയ്തത്. കാരണവര് രണ്ടുപേരെയും വെട്ടിക്കൊന്നിട്ട് കെട്ടിത്തൂക്കിയതാണെന്നും പറയുന്നുണ്ട്. ഹേ, അപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്തില്ലേ? ആർക്കറിയാം. ഇനി ചെയ്താൽ തന്നെ അടുത്തുള്ള താലൂക്ക് ആശുപത്രി കൊണ്ടുപോയി കാണും. അവിടെ എങ്ങാനും ഫോറൻസിക് സർജൻ ഉണ്ടോ? കാരണം അവര് രക്ഷപ്പെട്ടു. തീർന്നില്ല. എന്നിട്ട് മരിച്ചതിന്റെ 8ാം ദിവസം HNC മീറ്റിംഗ് നടക്കുമ്പോ അനാമിക ഡോക്ടറിന്റെ പ്രേതം വന്ന് MOയെ കഴുത്തിന് ഞെരിച്ച് അയാള് നൂരയും പതയും വന്ന് മരിച്ചെന്നൊക്കെയാ കേക്കുന്നേ.
അതേ പിന്നെ അവരുടെ പ്രേതം ഇവിടെ എല്ലാം കറങ്ങി നടപ്പുണ്ട്. ഒരു MOA ഇവിടെ വാഴാൻ അവർ അനുവദിച്ചിട്ടില്ല. ഇതൊക്കെ പഴയ നഴ്സിംഗ് സ്റ്റാഫ് പറഞ്ഞു കേട്ട കഥകളാണേ. ഏതായാലും മാഡം ആ ഭാഗത്തേക്കൊന്നും പോണ്ട. വേഗം ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി പോവാൻ നോക്ക്. ഛേ, നാണക്കേട്. നിങ്ങൾ ഈ കാലഘട്ടത്തിലും ഈ പ്രേതകഥകളൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ. എന്റെ സംശയം ഇവിടെ ആർക്കോ കടുത്ത മാനസിക രോഗം പിടിപെട്ടിരിക്കുക. എന്തായാലും എന്റെ ബാച്ച്മേറ്റ് സൈക്യാട്രിസ്റ്റ് ഉണ്ട്. അവനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അവൻ ഇപ്പൊ എത്തും. അമ്പടെ കേമാ സണ്ണിക്കുട്ട പറഞ്ഞ് നാക്കെടുത്തില്ല. അപ്പോഴേക്കും എത്തിയല്ലോ. എല്ലാരും കണ്ടോ? ഇതാണ് എന്റെ സുഹൃത്ത്, അമേരിക്കയിൽ നിന്ന് സൈക്യാട്രി പഠിച്ചു വന്ന ഡോക്ടർ സണ്ണി. ഡോക്ടർ സണ്ണി ഫ്രം അമേരിക്ക. അമേരിക്ക? അമരവിള എന്നാണല്ലോ FB പേജിൽ. അത് ടൈപ്പ് എറർ ആയിരിക്കും. ഇദ്ദേഹം ആരാന്നറിയോ? 10 തലയാ ഇവന്. ഇത് തള്ളാടി. ഒരു തല കൊണ്ടൊപ്പിക്കുന്ന പാട് എനിക്കറിയാം. നീ 10 വർഷം മുന്നല്ലേ PG പാസ്സായത്, അതാ ഉദ്ദേശിച്ചത്. തനി രാവണൻ. ഒന്ന് പോടി, ഞാനാ രാവണനാ. ഇതൊക്കെ ഇവിടുത്തെ മണ്ടന്മാരെ പറ്റിക്കാൻ വേണ്ടി ഹൈപ്പിട്ടതാ. പിന്നൊരു കാര്യം, കുറെ സുന്ദരിമാരായ സ്റ്റാഫ് ഉണ്ട് ഇവിടെ. നിന്റെ രാവണ സ്വഭാവം കൈ വെച്ചാൽ മതി, കേട്ടല്ലോ? ഓക്കേ, അപ്പോൾ ആരാണ് ഇവിടുത്തെ പേഷ്യന്റ്? കൊണ്ടുവരൂ. അത് നീയാണ് കണ്ടുപിടിക്കേണ്ടത്. നിനക്ക് സഹായത്തിന് ഞാൻ മറ്റൊരാളെയും കൂടെ വിളിച്ചിട്ടുണ്ട്. നോക്ക്. ഇത് നമ്മുടെ 11 അല്ലേ? നമ്മുടെ ബാച്ച്മേറ്റ് സേതു. ഖണ്ഡിക വായിച്ചിട്ട് മനസ്സിലാക്കാത്ത ഷെർലക് ഹോംസ് വായിച്ചാണോ നീ ഇപ്പൊ CBI ചേർന്ന? യെസ്, മുന്നേ MBBS ആകാൻ വന്ന ഞാൻ ഇപ്പോൾ സേതുരാമയ്യ ഗ്രേറ്റ് ആയി. അല്ലാതെ എന്ത് പറയാൻ? ഡിസെക്ഷൻ ഹാളിലെ കടാവർ കണ്ട് പേടിച്ചോടിയതായിരിക്കും. ഹൂ ഇസ് ദിസ്? ഇതാണോ തന്റെ പേഷ്യന്റ്? ഇവനാണോ? ആണോ? ഛേ, അത് ഇവിടുത്തെ പേഷ്യന്റ് ഒന്നുമല്ല, ഇവിടുത്തെ സ്റ്റാഫ് നഴ്സാ. ശരി, അപ്പോൾ എന്നോ വാഴുന്നില്ല, പ്രേതം വരുന്നു. അതാണ് പ്രശ്നം അല്ലേ? ചാക്കോ, എമ്മി എടുക്ക്. അതൊക്കെ അങ്ങ് സിനിമയില്. ഇവിടെ അനീമിയ കണ്ടുപിടിക്കാൻ CBC അനലൈസർ. നമ്മുടെ ബാച്ച്മേറ്റ് സേതു. ഖണ്ഡിക വായിച്ചിട്ട് മനസ്സിലാക്കാത്ത ഷെർലക് ഹോംസ് വായിച്ചാണോ നീ ഇപ്പൊ CBI ചേർന്ന? യെസ്, മുന്നേ MBBS ആകാൻ വന്ന ഞാൻ ഇപ്പോൾ സേതുരാമയ്യ ഗ്രേറ്റ് ആയി. അല്ലാതെ എന്ത് പറയാൻ? ഡിസെക്ഷൻ ഹാളിലെ കടാവർ കണ്ട് പേടിച്ചോടിയതായിരിക്കും. ഹൂ ഇസ് ദിസ്? ഇതാണോ തന്റെ പേഷ്യന്റ്? ഇവനാണോ? ആണോ? ഛേ, അത് ഇവിടുത്തെ പേഷ്യന്റ് ഒന്നുമല്ല, ഇവിടുത്തെ സ്റ്റാഫ് നഴ്സാ. ശരി, അപ്പോൾ എന്നോ വാഴുന്നില്ല, പ്രേതം വരുന്നു. അതാണ് പ്രശ്നം അല്ലേ? ചാക്കോ, എമ്മി എടുക്ക്. അതൊക്കെ അങ്ങ് സിനിമയില്. ഇവിടെ അനീമിയ കണ്ടുപിടിക്കാൻ CBC അനലൈസർ പോലും ഇല്ല. ഇതേ FHC ആ. ഉള്ളതൊക്കെ കൊണ്ട് പണി തീർത്ത് വേഗം പോവാൻ നോക്കടൂ. ഡോക്ടർ സണ്ണി, വാട്ട് ഡു യു തിങ്ക്? നിനക്ക് ഇവിടെ ആരെങ്കിലും സംശയമുണ്ടോ? എനിക്ക് എന്താ വിത്ത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ? വേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു പാനിക് അറ്റാക്ക് വന്ന ജ്യോതിർമയ്യെങ്കിലും. കൊല. ഇവള് കുറെ മലയാള സിനിമ OTT കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അതാ എന്നെ വിളിച്ചു വരുത്തത്. എടോ, പാനിക് അറ്റാക്ക് ഒക്കെ സുഖമായി ചികിത്സിച്ച് മാറ്റാൻ പറ്റും. ഓ ഷിറ്റ്. അപ്പോൾ ഡമ്മിയുമില്ല, സൈക്കാട്രിക് ഡയഗ്നോസും ഇല്ല. ഇനി ഈ കേസ് ഞാൻ ഒറ്റയ്ക്ക് തെളിയിക്കണം അല്ലേ? ചാക്കോ, സോറി സണ്ണി, താന്റെ പുറകവാ, ഞാൻ BGM ഇടാം. എന്തിന്? എന്നാലേ ഞാനൊരു സത്യം പറയട്ടെ, ഈ BGM ബിൽഡപ്പ് ഒക്കെ ഉള്ളൂ. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ. അതല്ലേ കൂടെ എപ്പോഴും രണ്ടുപേരെ കൊണ്ടുനടക്കുന്നത്. താനാകുമ്പോ ബോധം കെട്ടാ എന്നെ ചികിത്സിക്കുകയും ചെയ്യാം. ശരി, നടക്ക്.
ചെറുതായിട്ടൊന്ന് പോറി, ഒരു ടേറ്റി എടുക്കണം. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ TT എടുത്തിട്ടുണ്ടോ? ഹിസ്റ്ററി ഒന്നും എടുക്കാൻ നിൽക്കില്ല ഡോക്ടറെ. വേഗം TT എഴുതി വിട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചിരി കഴിച്ചു പറയും. സണ്ണി വാ, ഇയാളെ പേടിച്ചായിരിക്കും ഇവിടുത്തെ എമ്മോസ് ഓടിപ്പോകുന്നത്. പിടിയവനെ. നിക്കവിടെ. എന്താ നിന്റെ പേര്? മാർക്കോ. ഓഹോ, ഞങ്ങളുടെ മാർക്ക് അറിഞ്ഞാലേ നീ പേര് പറയത്തുള്ളൂ അല്ലടാ. എന്നാ കേട്ടോ, ഞങ്ങളുടെ ഫുൾ A+. മാർക്കോ അതിന്റെ പേരാണ്. ജോർജിന്റെ അനിയൻ, വിക്ടറിന്റെ ചേട്ടൻ. ഞാൻ വന്ന കാലം മുതൽ കുറെ ചെന്നായ്ക്കൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കുകയാണ്. എന്റെ കുടുംബം നശിപ്പിച്ചവരെ ഞാൻ ചോര കൊണ്ട് കുളിപ്പിച്ചു, തീ കൊണ്ട് പുതപ്പിച്ചു, മണ്ണുകൊണ്ട് മൂടി. ഇനി ഇവിടെ ഞാൻ മതി. സണ്ണി, ഈ മാർക്കോയുടെ ഒരു ഡമ്മി കിട്ടുമോ? എടാ പോട്ട, നീ 90s കിട്ടല്ലേ, അതാ ഇങ്ങനത്തെ പഴഞ്ചൻ ഐഡിയാസ് വരുന്നു. പുതിയ വല്ല ടെക്നോളജി ഉണ്ടെങ്കിൽ ആലോചിക്കുക. നീയും 90s കിഡ്സിൽ പെട്ടതല്ലേ? ഉമ്മ വെച്ചാൽ കുട്ടി ഉണ്ടാവുമെന്ന് വിചാരിച്ച് നടന്ന ടീം. ശരി, സമ്മതിച്ചു. നീ ഗൂഗിൾ സെർച്ച് ചെയ്ത് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റിയ വല്ല സംഗതി ഉണ്ടോ നോക്ക്. സണ്ണി, അനാമിക എന്നല്ലേ ആ മരിച്ചുപോയ ഡോക്ടറുടെ പേര്? നമുക്ക് ഓജോ ബോർഡ് വഴി നീ ഗൂഗിൾ സെർച്ച് ചെയ്ത് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റിയ വല്ല സംഗതി ഉണ്ടോ നോക്ക്. സണ്ണി, അനാമിക എന്നല്ലേ ആ മരിച്ചുപോയ ഡോക്ടറുടെ പേര്? നമുക്ക് ഓജോ ബോർഡ് വഴി അവരെ വരുത്തി അവരോട് തന്നെ ചോദിച്ചാലോ? അതിന് ഓജോ ബോർഡ് പോയിട്ട് ഡോക്ടേഴ്സിന് വെച്ചെഴുതാൻ ഒരു റൈറ്റിംഗ് ബോർഡ് പോലും ഇവിടെ ഇല്ല. ഹൗ ടു റീച്ച് അനാമിക. At the next intersection, turn right. സണ്ണി, ദേ അനാമികയുടെ ശബ്ദം. Turn right. അതിന് നീ അനാമികയുടെ ശബ്ദം മുമ്പ് കേട്ടിട്ടുണ്ടോടാ? Please turn around. സണ്ണി, ദേ എന്റെ ഫോണിൽ ഡയറക്ഷൻസ് കാണിക്കുന്നു. അനാമിക ആയിരിക്കും. ദേ എന്റെ ബോധം ഇപ്പം പോകും. നീ ഏതായാലും റൈറ്റ് തിരിഞ്ഞ് നടക്ക്, നമുക്ക് നോക്കാം. സണ്ണി, അവിടെ അവിടെ പ്രേതം അല്ല, അനാമിക. സേതു ഓടാ. ഇത് അനാമികയൊന്നുമല്ല, ഇവിടത്തെ ഏതോ സ്റ്റാഫാ. ഇയാൾക്കെന്താ ഈ സമയത്ത് ഇവിടെ കാര്യം? പിടിയവരെ. അയ്യോ അയ്യോ, എന്നെ തല്ലണ സാറന്മാരെ. ഞാൻ സത്യം പറയാം. അന്നിവിടെ ഉണ്ടായിരുന്ന അനാമിക ഡോക്ടറും അവരുടെ കാമുകൻ രാമനാഥൻ ഡോക്ടറും ഇവിടുത്തെ പേഷ്യന്റിനോട് സഹിക്കാൻ വയ്യാതെ ജോലി വിട്ട് UK പോയി. അന്നത്തെ കാരണവർ എമ്മോ HMC മീറ്റിംഗിൽ ഹാർട്ട് അറ്റാക്ക് വന്ന മരിച്ചത്. ഈ കഥയൊന്നും ഇവിടത്തെ ആർക്കും അറിയില്ല. അതുകൊണ്ട് അതൊരു പ്രേതകഥയാക്കി ഇവിടത്തെ പേടിത്തൊണ്ടന്മാരെ വിശ്വസിപ്പിച്ചാൽ പിന്നെ ഒരു എമ്മോയും ഇവിടെ ഇരിക്കില്ലല്ലോ. കൃത്യമായ ഒരു എമ്മോ ഇല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ എത്തിക്കും. ഇവിടെ ബിൽഡിംഗ് ചെറുതാണെങ്കിലും ഇവിടെയുള്ള സ്ഥലത്തിലെ ആദായം മൊത്തം എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. പിന്നെ കണ്ടംനേഷൻ റൂം, ആ റൂമിൽ നിസ്സാര കാരണങ്ങൾ പറഞ്ഞു തള്ളിയിരുന്ന വിലപിടിപ്പുള്ള ഒന്നും ഇപ്പോൾ അവിടെ ഇല്ല സാറേ. എല്ലാം ഞാൻ കടത്തി. പിന്നെ അതിപ്പം ഞങ്ങളുടെ മുച്ചീട്ട് കളി കേന്ദ്രമാണ്. അവിടെയാകുമ്പോ ഒരുത്തനും വിട്ട് വരത്തില്ല. അയ്യോ അയ്യോ, എന്നെ തല്ലണ സാറന്മാരെ. ഞാൻ സത്യം പറയാം. അന്നിവിടെ ഉണ്ടായിരുന്ന അനാമിക ഡോക്ടറും അവരുടെ കാമുകൻ രാമനാഥൻ ഡോക്ടറും ഇവിടുത്തെ പേഷ്യന്റിനോട് സഹിക്കാൻ വയ്യാതെ ജോലി വിട്ട്
UK പോയി. അന്നത്തെ കാരണവർ എമ്മോ HMC മീറ്റിംഗിൽ ഹാർട്ട് അറ്റാക്ക് വന്നാ മരിച്ചത്. ഈ കഥയൊന്നും ഇവിടത്തെ ആർക്കും അറിയില്ല. അതുകൊണ്ട് അതൊരു പ്രേതകഥയാക്കി ഇവിടത്തെ പേടിത്തൊണ്ടന്മാരെ വിശ്വസിപ്പിച്ചാൽ പിന്നെ ഒരു എമ്മോയും ഇവിടെ ഇരിക്കില്ലല്ലോ. കൃത്യമായ ഒരു എമ്മോ ഇല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ എത്തിക്കും. ഇവിടെ ബിൽഡിംഗ് ചെറുതാണെങ്കിലും ഇവിടെയുള്ള സ്ഥലത്തിലെ ആദായം മൊത്തം എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. പിന്നെ കണ്ടംനേഷൻ റൂം, ആ റൂമിൽ നിസ്സാര കാരണങ്ങൾ പറഞ്ഞു തള്ളിയിരുന്ന വിലപിടിപ്പുള്ള ഒന്നും ഇപ്പോൾ അവിടെ ഇല്ല സാറേ. എല്ലാം ഞാൻ കടത്തി. പിന്നെ അതിപ്പം ഞങ്ങളുടെ മുച്ചീട്ട് കളി കേന്ദ്രമാണ്. അവിടെയാകുമ്പോൾ ഒരുത്തനും വിട്ട് വരത്തില്ല. പോലീസ് ഒട്ട് ശ്രദ്ധിക്കുകയില്ല. അയ്യോ സാറേ, അയ്യോ സാറേ, എനിക്ക് തല്ലല് സാറേ, എന്നോട് ക്ഷമിക്കണം സാറേ, ക്ഷമിക്കണം സാറേ. അത് ശരി, എന്നാ അനാമിക ചേട്ടൻ നടക്ക്. എന്നാലും സന്തോഷായി. എന്നാലും ഓജോവോട് വേണ്ടി വന്നല്ലോ നിങ്ങൾക്ക് കള്ളനെ പിടിക്കാൻ. മണ്ടത്തരം പറയാതെ ഓജോട് വഴി കാണിക്കല്ലേ. ഈ പൊട്ടൻ ഗൂഗിളിൽ അനാമികാന്ന് ടൈപ്പ് ചെയ്തപ്പോ അടുത്തുള്ള അനാമിക ടെക്സ്റ്റൈൽസിലേക്കുള്ള ഡയറക്ഷൻ ഓണായതാ. അതിനാണ്. നോ, കള്ളനെ ഞങ്ങൾ സ്വന്തം ബുദ്ധി കൊണ്ട് മാത്രമാണ് കുടുക്കിയത്. At the next intersection, turn right. നീ ആ പണ്ടര ഓഫാക്കിയില്ലേ? എക്സിറ്റ് എടുക്കടാ. ഞാൻ എക്സിറ്റ് ആക്കിയതാ, പക്ഷെ പോകുന്നില്ല. വീണ്ടും ഏതൊക്കെയോ ആപ്പ് ഓപ്പൺ ആവുന്നു സണ്ണി. Your itinerary is being recalculated. At the next intersection, turn right. അയ്യോ, എന്താ, എന്ത് പറ്റി? ആരാ? എവിടെ? കണ്ടംനേഷൻ റൂമില് അവിടെ ആരോ ഉണ്ട്, എനിക്ക് ഉറപ്പാ. At the next intersection, turn right. Please turn around. You have reached your destination. സണ്ണി, സംടൈംസ് ട്രൂത്ത് ഈസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ. ഇവിടെ അനാമികയല്ല പ്രേതം. ആ HMC മീറ്റിംഗിൽ വെച്ച് വടിയായ കാരണവരായിരിക്കും. അയാളായിരിക്കും ഇവിടെ കറങ്ങി നടക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു വരകൂടി വരേണ്ടി വരും. നിങ്ങൾക്കാതെ നേരത്തെ